ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെയും കൂട്ടി എല്ലാവരും ഷോപ്പിങ്ങിന് എത്തുകയാണ്. അങ്ങനെ എല്ലാവരും ഓരോന്ന് സെലക്ട് ചെയ്ത ശേഷം ആ ബാഗെല്ലാം കൂടി ഇന്ദ്രജയും ഹരിതയും കൂടി ആ കവറുകൾ എല്ലാം തന്നെ നന്ദിനിയുടെ കയ്യിൽ കൊടുന്നു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനിയെ കവർ പിടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് എന്നുള്ള ഭാവത്തിലാണ് ഹരിതയും ഇന്ദ്രജയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ എല്ലാ കവറും പിടിച്ചുകൊണ്ട് നന്ദിനി അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ കൈയൊക്കെ വേദനയാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് യതീന്ദ്രൻ വരുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, നന്ദിനി മോളെ, നീ ഇതെല്ലാം കൂടി പിടിക്കണ്ട, കുറച്ച് ഞാൻ കൂടി പിടിച്ചോളാം, നീ എനിക്ക് തന്നേക്ക്. അത് വേണ്ട സാർ, ഞാൻ പിടിച്ചോളാം എന്ന് പറയണം. അത് വേണ്ട, ഞാൻ പിടിച്ചോളാം എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് പത്മ വരികയാണ്. എന്നിട്ട് പറയണേ, എന്തിനാണ് നിങ്ങൾ ഇതിലൊക്കെ ഇടപെടുന്നത്? ഇനിയിപ്പോൾ ചുമടെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നത്തിലും നിങ്ങൾ ഇടപെടുകയാണോ എന്ന് ചോദിച്ചതോടുകൂടി യതീന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനിയെ അത്രയും തരം താഴ്ത്തിയാണ് പത്മ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ നന്ദിനിക്കും ചെറുതായിട്ട് വിഷമാവുന്നുണ്ട്. ശരിക്കും ഒരു ചുമട്ട് തൊഴിലാളിയെ പോലെയാണ് പത്മ എന്നെ കാണുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ കൂടുതൽ സംസാരിക്കാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇതൊരു കടയല്ലേ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇക്കാര്യത്തിൽ ഇനി തർക്കിക്കാൻ നിൽക്കണ്ട എന്ന് പത്മ പറഞ്ഞതോടെ യതീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴത്തേക്കും രഞ്ജിത്ത് അവിടേക്ക് വരികയാണ്. എന്നിട്ട് എല്ലാവരോടും പറയണ, അല്ല ഇതുവരെയും സൂര്യ വന്നില്ലല്ലോ. അപ്പോൾ പത്മ പറയണ, അവൻ വന്നില്ല ഒരു കുഴപ്പമില്ല, നമ്മളല്ലേ എല്ലാം സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഏതാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം, അത് മതി, എന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ രഞ്ജിത്ത് പറയണേ, അത് പറ്റില്ല, ഞങ്ങളുടെ നിശ്ചയത്തിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്തേണ്ടത് അത് സൂര്യ തന്നെയാണ്. സൂര്യ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം, അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചേക്ക്, എന്നിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ അത് സൂര്യ സെലക്ട് ചെയ്താൽ മതി എന്ന് രഞ്ജിത്ത് പറയട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ രഞ്ജിത്ത് പറയണ, നന്ദിനി നീ എന്താ മാറി നിൽക്കുന്നത്, നീ കൂടി സെലക്ട് ചെയ്യേ, നീയും സൂര്യയും കൂടി ചേർന്നാണ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സാരിയുടെ കാര്യത്തിലൊക്കെ നീയല്ലേ നോക്കേണ്ടത്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ നീ സെലക്ട് ചെയ്യും. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ പത്മ പറയണേ, രഞ്ജിത്ത് നീ ഒന്ന് വെറുതെ ഇരിക്കേ, സാരിയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തോളാം, അവളുടെ ഒരു ആവശ്യവുമില്ല എന്ന് പത്മ പറയട്ടോ. എന്നിട്ട് യതീന്ദ്രനോട് സ്വകാര്യത്തിൽ പത്മ പറയണേ, അല്ല സൂര്യ എവിടെ, നിങ്ങളല്ലേ സൂര്യ ഇപ്പോൾ വരും, സൂര്യയെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞത്, നീ കൂടി കേട്ടതല്ലേ സൂര്യയെ ഞാൻ വിളിച്ചത്, അവനിപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പത്മ പറയണു, ഓ അവൻ്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് എന്നെക്കൊണ്ട് കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പെറുപെറുത്തോണ്ടാണ് കേട്ടോ പത്മ നിൽക്കുന്നത്. അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് ഇന്ദ്രജ ചെന്ന് സ്വകാര്യത്തിൽ പറയാണ്, നീ എന്തിനാണ് ഇവിടെ എല്ലാവരും കാണുക, നീ ഇതും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്, നിന്നോടല്ലേ പറഞ്ഞത് ഇവരുടെ ആരുടെയും കൺമുന്നിൽ പോലും കാണാതെ എവിടെയെങ്കിലും പോയി ഇതുമായിട്ട് നിന്നോ, അല്ലാതെ ഇവിടെ തന്നെ നീ ഇങ്ങനെ പല്ലിളിച്ചുകൊണ്ട് നിൽക്കണ്ട, അതുകൊണ്ടല്ലേ നിന്നെ എല്ലാത്തിലും കൂട്ടണം എന്ന് രഞ്ജിത്ത് പറയുന്നത്, നീ ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ടോ, വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയി നിൽക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രജ അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ മറ്റൊരു ഭാഗത്ത് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, ഷർട്ടിൻ്റെ സെക്ഷനൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പുറകിൽ കൂടി സൂര്യ ചെല്ലുന്നത്. എന്നിട്ട് യതീന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കാനുണ്ടോ. അപ്പോൾ പെട്ടെന്ന് യതീന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യയെ കാണുമ്പോൾ, ഡാഡി ഞാൻ എത്തി എന്ന് പറയുമ്പോൾ, ആ നിന്നെ എത്ര നേരമായെന്നോ ആ രഞ്ജിത്ത് ചോദിക്കുന്നു. ആണോ, എന്നെ അവൻ ചോദിക്കുന്നുണ്ട്. അതേടാ, നിന്നെ അവൻ എത്ര പ്രാവശ്യമായി ചോദിക്കുന്നു, അതുകൊണ്ടല്ലേ അച്ഛാ ഞാനിപ്പോൾ എത്തിയത്. അപ്പോഴത്തേക്കും വിജയൻ അവിടേക്ക് വരികയാണ്. അങ്കിൾ ഇവിടെ നിൽക്കുകയാണ്, ആൻറ്റി ചോദിക്കുന്നുണ്ട്, സൂര്യ നീ എപ്പോഴാണ് എത്തിയത്, കുറേ നേരമായി രഞ്ജിത്ത് നിന്നെ ചോദിക്കുന്നു. ഞാൻ എത്തിയല്ലോ അളിയ എന്ന് പറഞ്ഞ് 3 പേരും കൂടി അവിടേക്ക് പോവാട്ടോ. അപ്പോഴാണ് നന്ദിനിയെ സൂര്യ കാണുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നന്ദിനിയുടെ കയ്യിലെ കവറൊക്കെ കാണുമ്പോൾ, ഇതെന്താ നന്ദിനി, നീ ഇത്രയധികം ഷോപ്പിംഗ് ചെയ്തോ, ഇതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങിയതാണോ നന്ദിനി? അത് കേട്ടപ്പോൾ നന്ദിനി, അല്ല സാർ, ഞാൻ എൻ്റെ അടുത്ത് ഈ കവറുകളൊക്കെ കൊണ്ടു തന്നതാണ്, എല്ലാവരും കൂടി എടുത്തതാണ് ഈ കവറിലുള്ള സാധനങ്ങളൊക്കെ. അത് ശരി, അതൊക്കെ ഇങ്ങ് താ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കയ്യിൽ നിന്നും അതെല്ലാം വാങ്ങി, ആ കവറുകളെല്ലാം വാങ്ങി മറ്റൊരു ഭാഗത്തേക്ക് അങ്ങ് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയണേ, വാ നമുക്ക് 2 പേർക്കും കൂടി അവർക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടേ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ രഞ്ജിത്തും എല്ലാവരും കൂടി സാരിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ രഞ്ജിത്ത് പറയണേ, ആ സൂര്യ നീ വന്നോ, എത്ര നേരമായി നിന്നെ ഞാൻ ചോദിക്കുന്നു. ആ അതുകൊണ്ടല്ലേ രഞ്ജിത്ത് ഞാനിവിടെ എത്തിയിട്ടുള്ളത്, ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ സൂര്യ, നിശ്ചയത്തിനുള്ള സാരിയൊക്കെ വേദയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നീ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം, അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് സൂര്യ നീ വരുന്നത് വരെ ഞാൻ എല്ലാവരോടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി വെച്ചോ എന്ന് പറഞ്ഞത്. സൂര്യക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കണം വേദയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അതിനെന്താ രഞ്ജിത്ത്, ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് അതിലൊരു സാരി അങ്ങ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ ആ സാരി എടുത്തിട്ട്, ഇത് നന്നായിട്ട് ചേരും, ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് രഞ്ജിത്തിനാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. വേദയ്ക്ക് വെച്ചു കൊടുക്കുന്നതിന് പകരം രഞ്ജിത്തിനാണ് വെച്ചു കൊടുക്കുന്നത്. ആ ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞതോടെ രഞ്ജിത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടിപ്പോട്ടെ. അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ എല്ലാവരും
എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ സൂര്യ പറയണേ, എന്താടാ നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ആണുങ്ങളായാലേ നേരിട്ട് മുട്ടണം, അല്ലാതെ നിന്നെ പോലെ ചെറ്റത്തരവും കള്ളത്തരവും കാണിക്കുകയല്ല വേണ്ടത്. സാധാരണ ഒരു ക്രിക്കറ്റ് കളിയിൽ പോലും ജയിക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ച നിന്നെയൊക്കെ ഇതുപോലെ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാവുമ്പോൾ നിനക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും. അത് കണ്ടപ്പോൾ യതീന്ദ്രൻ പറയണ, സൂര്യ നീ എന്താ ഈ കാണിക്കുന്നത്? അപ്പോഴത്തേക്കും ഹരിതയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ നേരെ അങ്ങ് ചെല്ലിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, മിണ്ടാതിരിയടി, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, നീ അങ്ങ് മാറി നിൽക്കടി. അപ്പോൾ ഹരിത അങ്ങ് ദേഷ്യത്തിൽ നോക്കുമ്പോൾ, എന്താടി നീ നോക്കുന്നത്? നിന്നോടല്ലടി പറഞ്ഞത് മാറി നിൽക്കാനും. നിന്റെ ഏട്ടന് ഈ സാരിയും ബ്ലൗസൊക്കെ നന്നായിട്ട് ചേരും, അല്ലാതെ പാൻറ്റും ഷർട്ടുമല്ല ഇവന് ചേരുന്നത്, ഇതായിരിക്കും നന്നായിട്ട് ചേരുക. അത് കേട്ടപ്പോൾ ഉദയൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ, പത്മ ഇതെന്താണിത്? കുറച്ച് ഓവർ ആവുന്നുണ്ട് പത്മ. അപ്പോൾ പത്മ പറയണേ യതീന്ദ്രനോട്, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവനോട് ഇവിടെ നിന്ന് മര്യാദക്ക് പോവാൻ വേണ്ടി പറയുന്നുണ്ടോ, ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ. അപ്പോൾ സൂര്യ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് ഇവൻ തന്നെയല്ലേ എന്നോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറഞ്ഞ് രഞ്ജിത്തിൻ്റെ തോളിലങ്ങ് കൈവയ്ക്കാൻ കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണ, സൂര്യ നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതൊരു കടയാണെന്നുള്ളത് നിനക്ക് ഓർമ്മയില്ലേ? എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും? അപ്പോൾ സൂര്യ പറയണ, അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്നോട് ഇവിടേക്ക് വരാനും? ഇവന് തന്നെയല്ലേ നിർബന്ധം ഞാൻ തന്നെ സാരിയൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഞാൻ സാരി സെലക്ട് ചെയ്തു. ഇവന് യോജിക്കുന്ന സാരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവന് ഇതാണ് ഏറ്റവും നല്ലത്. അത് കേട്ടപ്പോൾ പത്മ വീണ്ടും പറയണേ, ദേ നോക്ക്, ഇവനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞോ? ഇതൊരു ഷോപ്പാണെന്നുള്ളതും ഞാൻ നോക്കില്ല. നമ്മുടെ വേദയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന പയ്യനാണ് രഞ്ജിത്ത്. അവനെ നാണം കെടുത്തതിൽ ഒരു പരിധിയുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സൂര്യ പറഞ്ഞു കഴിഞ്ഞാലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ എങ്ങനെ പെരുമാറുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇവനോട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പ്രശ്നമുണ്ടാക്കാതെ ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യ പറയണേ, അതിന് ഇവനെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു കള്ള ലക്ഷണമുണ്ട്. എനിക്കറിയാം ഇവൻ എന്തോ ഒരു കള്ളത്തരമുള്ളവനാണെന്ന്. എന്നിട്ടിപ്പോൾ നല്ലവനായിട്ട് അഭിനയിക്കുകയാണ്. ഇവൻ്റെ അടുത്ത് എന്തോ കള്ളത്തരമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവനെ എപ്പോഴും ഞാൻ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇവൻ്റെ കള്ളത്തരം ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ പത്മ വീണ്ടും പറയണേ യതീന്ദ്രനോട്, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇവനുമായിട്ട് പുറത്തു പോകുന്നുണ്ടോ? ഇവിടെ ഒരു കടയാണെന്നുള്ളത് പോലും നോക്കാതെയാണ് എല്ലാവർക്കും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ അപമാനിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ വേദയെ വിവാഹം കഴിക്കാൻ പോകുന്നതാണെന്ന് പോലും ഇവൻ ഒരു മര്യാദയില്ലാതെയാണ് രഞ്ജിത്തിനോട് സംസാരിക്കുന്നത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവനുമായിട്ട് പോകുന്നുണ്ടോ? അത് കേട്ടപ്പോൾ സൂര്യ പറയണേ, അതിന് ഇവന് ഒരു കളിയിൽ പോലും നേരെ ചൊവ്വെ കളിക്കാനും അറിയില്ല, ജയിക്കാനും അറിയില്ല. എന്നിട്ട് അതിൽ പോലും കള്ളത്തരം കാണിക്കുന്ന ഇവനുണ്ടോ ജീവിതത്തിൽ സത്യസന്ധമായി ജീവിക്കാൻ കഴിയുക? അത് കേട്ടപ്പോൾ ഹരിതയ്ക്ക് ദേഷ്യം പിടിക്കാണ്. അപ്പോൾ ഹരിത പറയാണ്, ഇവൻ്റെ ഭാഗത്ത് എന്ത് സത്യസന്ധത ഇല്ല എന്നാണ് നീ പറയുന്നത്? അവനൊരു തെറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ അവൻ എന്നോട് മാപ്പ് പറഞ്ഞതല്ലേ? അത് രഞ്ജിത്തിൻ്റെ ഭാഗത്ത് സത്യസന്ധത ഉള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത്? അത് കേട്ടപ്പോൾ സൂര്യ പറയണേ, ഇവൻ എന്നോട് മാപ്പ് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു എന്നാണോ നീ കരുതിയത്? ഇതൊക്കെ നിന്റെ വെറും നമ്പറാണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിനക്ക് ഏറ്റവും ചേരുന്ന വേഷം ഈ സാരി തന്നെയാണ്. കേട്ടപ്പോൾ രഞ്ജിത്ത് പറയണേ, അതിന് ഞാൻ കളിയിലുള്ള കാര്യത്തിന് മാത്രമല്ല ഞാൻ സൂര്യ നിന്നോട് ഞാൻ മാപ്പ് വന്ന് പറഞ്ഞത്. നീ ഇനി കൂടുതൽ അഭിനയിക്കേണ്ട, എല്ലാവരെയും കേൾപ്പിക്കാനും കാണാനും വേണ്ടി നിന്റെ അഭിനയം നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഈ സൂര്യയുടെ അടുത്ത് നിന്റെ ഈ ഒരു നമ്പറൊന്നും ചിലവാവാൻ പോകുന്നില്ല. നിന്റെ കള്ളത്തരമൊന്നും ഈ സൂര്യക്ക് കണ്ടുപിടിക്കില്ല എന്നാണോ നീ കരുതിയിട്ടുള്ളത്? അത് കേട്ടപ്പോൾ രഞ്ജിത്ത് പറയണേ, എന്താ സൂര്യ, എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ എന്നെ ഇങ്ങനെ വെറുക്കുന്നത്? ഞാൻ അതിന് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനിപ്പോൾ നിന്നോട് ഏറ്റവും കൂടുതൽ അടുക്കാനല്ലേ ശ്രമിക്കുന്നുള്ളൂ. നീ എന്നോട് എന്ത് പറഞ്ഞാലും എനിക്ക് ഇപ്പോഴും നിന്നോട് ഒരു ദേഷ്യവുമില്ല. വേണ്ട രഞ്ജിത്ത്, നീ കൂടുതൽ അഭിനയിക്കേണ്ട. നിന്റെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം നിനക്ക് കള്ള ലക്ഷണമുണ്ടെന്ന്. അങ്ങനെ വീണ്ടും രഞ്ജിത്തിനെ സൂര്യ കുറ്റപ്പെടുത്തുമ്പോൾ നന്ദിനി പറയാണ്, സൂര്യ സാർ, എന്താ സൂര്യ സാർ എന്ന് പറയുമ്പോൾ, നീ എന്താ നന്ദിനി ഇപ്പോൾ എന്നെ വിളിച്ചത് സൂര്യ സാർ എന്നോ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? എന്നെ ഏട്ടാ എന്ന് വിളിക്കണമെന്നല്ലേ? എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് എന്നെ ഏട്ടാ എന്ന് വിളിക്കുക. അപ്പോൾ നന്ദിനിക്ക് വീണ്ടും മടിയാവണം. നിന്നോടല്ലേ പറഞ്ഞത് എന്നെ ഏട്ടാ എന്ന് വിളിക്കുക. അങ്ങനെ നന്ദിനിയെ നിർബന്ധിക്കുമ്പോൾ നന്ദിനിക്ക് പിന്നെ വീണ്ടും സൂര്യയെ ഏട്ടാ എന്ന് വിളിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ പത്മയ്ക്കും ഹരിതയ്ക്കും എല്ലാവർക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ വിജയൻ പറയാം, തുടങ്ങി ഏട്ടാ എന്നുള്ള വിളി എന്നൊക്കെ സ്വയം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പെറുപെറുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പത്മ യതീന്ദ്രനോട് പറയണേ, നമ്മളിപ്പോൾ ഇവിടേക്ക് എന്തിനാണ് വന്നത്? അത് ആ കാര്യമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഇവനോടൊന്ന് പോവാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയണേ, അതിന് എന്നെ ഇവിടെ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരാനൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. വാ നന്ദിനി, എൻ്റെ നന്ദിനിക്ക്, എൻ്റെ സുന്ദരിയായ നന്ദിനിക്ക് മോഡേൺ ഡ്രസ്സുകൾ എടുക്കണം. നന്ദിനി, നീ
ഇങ്ങ് വന്നേ, ഇന്നു മുതൽ നിൻ്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോവുകയാണ്. നിനക്ക് ഞാൻ മോഡേൺ ഡ്രസ്സുകളാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്, നീ ഇങ്ങ് വന്നേ. അപ്പോൾ നന്ദിനിയുടെ കയ്യിൽ വീണ്ടും ആ കവറുകളൊക്കെ കാണുമ്പോൾ സൂര്യ കവറുകളൊക്കെ വാങ്ങി തൂക്കി വലിച്ചെറിയുകയാണ്. ഇതൊക്കെ എന്തിനാണ് നീ വെറുതെ പിടിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ കവറുകളൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് നന്ദിനിയും കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് ഇനി മോഡേൺ ഡ്രസ്സുകൾ എടുക്കുകയാണെന്ന് കേട്ടപ്പോൾ ഹരിതയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ നന്ദിനിയും കൂട്ടി മോഡേൺ ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് മോഡേൺ ഡ്രസ്സുകൾ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇത് നന്ദിനി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ, സാർ ഇതൊന്നും എനിക്ക് ചേരില്ല, എനിക്ക് ഇതൊന്നും ഇട്ട് ശീലമില്ലാത്തതല്ലേ, നിൻ്റെ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കും, ഇത് നിനക്ക് നന്നായിട്ട് ചേരും എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ഹരിത അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കളിയാക്കിയിട്ട് സംസാരിക്കുക, പിടിച്ച് മെത്തേക്ക് എടുത്തിയ അത് കിടക്കില്ലല്ലോ സൂര്യ എന്ന് പറഞ്ഞ ഉടനെ സൂര്യ പറയണേ, നീ എന്തിനാടി ഞങ്ങളുടെ പുറകെ വരുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കട്ടുറുമ്പാവാൻ നീ എന്തിനാടി വരുന്നത്, നിന്നെ ഞങ്ങൾ ആരും ഇവിടേക്ക് വിളിച്ചില്ലല്ലോ. ഹരിത പറയണേ, അതിന് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊരു ഷോപ്പാണ്, ഇത് ലേഡീസിൻ്റെ സെക്ഷനുമാണ്, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ എനിക്ക് ഇവിടേക്ക് വരാലോ, അല്ലാതെയും നിൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ട് എന്ന് കരുതി എനിക്കെന്താ ഡ്രസ്സ് എടുക്കാൻ വന്നൂടെ. അപ്പോൾ സൂര്യ പറയണേ, നീ ഡ്രസ്സ് എടുത്തോ, അതിന് എടുക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഡ്രസ്സുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നിനക്കതിൽ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവും ഇല്ലല്ലോ. അപ്പോൾ ഹരിത പറയണേ, എനിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട് സൂര്യ, നീ എത്ര ഇവളെ ശ്രമിച്ചാലും നീ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഇവളെ ആക്കാൻ പറ്റില്ല, ഇവൾ ഞാൻ പറഞ്ഞതുപോലെ എന്നും ഇവളുടെ രക്തഗുണം തന്നെയാണ് കാണിക്കും. അത് കേട്ടപ്പോൾ സൂര്യ പറയണം, പറഞ്ഞതിനുള്ള തിരിച്ചടിയൊക്കെ ഒരു ദിവസം ഞാൻ നിനക്ക് മുന്നിൽ എൻ്റെ നന്ദിനിയെ നല്ലൊരു സ്ഥാനത്തെത്തി നിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും, അതുവരെ നീ കാത്തിരുന്നോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് ഹരിത പോകുന്നത്. അങ്ങനെ പിന്നെ സൂര്യ നന്ദിനിയെയും കൂട്ടി സാരിയുടെ സെക്ഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല എന്താ നന്ദിനിക്ക് ഡ്രസ്സ് എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞങ്ങളുടെ പുറകെ വിടാതെ കട്ടുറുമ്പ് പോലെ നടക്കുന്ന ചിലരുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അച്ഛാ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ കഴിയുക. അപ്പോൾ ഹരിതയാണ് ഉദ്ദേശിച്ചത് എന്ന് ഹരിതയ്ക്ക് മനസ്സിലാവുമ്പോൾ, കട്ടുറുമ്പായി ആരാണ് പുറകെ കൂടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലുമില്ല എന്ന് നന്ദിനിയെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും ഹരിത പറയുമ്പോൾ സൂര്യയ്ക്ക് അത് മനസ്സിലാവാണ്. അങ്ങനെ സൂര്യ ദേഷ്യം പിടിച്ച് ഹരിതയുടെ അടുത്തേക്ക് എടി എന്ന് പറഞ്ഞങ്ങ് ചെല്ലുമ്പോഴത്തേക്കും സൂര്യയുടെ ഫോൺ അടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രഞ്ജിത്ത് തടയുകയാണ്, സൂര്യ നിൻ്റെ ഫോൺ അടിക്കുന്നത്, നീ പോയി ഫോണിൽ സംസാരിച്ചോ എന്ന് പറയണം. അങ്ങനെ സൂര്യ ഫോണുമായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി തൊട്ടടുത്ത് തന്നെയായിട്ട് രഞ്ജിത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് രഞ്ജിത്തും നന്ദിനിയും അവിടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോവുകയാണ് കേട്ടോ. കറണ്ട് പോയതോടുകൂടി രഞ്ജിത്തിൻ്റെ സ്വഭാവം കാണിക്കുകയാണ് നന്ദിനിയോട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കറണ്ട് വരികയും ചെയ്യാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു നിൽക്കുന്ന നന്ദിനിയാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് എടാ എന്ന് പറഞ്ഞാണ് നന്ദിനി ദേഷ്യപ്പെട്ട് രഞ്ജിത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറയിൽ കയറി പിടിക്കുന്നത്. അപ്പോൾ ലൈറ്റ് വന്ന ഉടനെ തന്നെ നന്ദിനി രഞ്ജിത്തിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് മോശമായിട്ട് പെരുമാറുന്നതും സംസാരിക്കുന്നതും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പത്മയടക്കം എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോട്ടോ. ഹരിതയ്ക്കൊക്കെ ദേഷ്യം പിടിക്കണം, എടി നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ, എൻ്റെ ഏട്ടൻ്റെ ഷർട്ടിൽ കയറി പിടിക്കാനും നീ എൻ്റെ ഏട്ടനെ അപമാനിക്കാനും നോക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാർ ഞാൻ രഞ്ജിത്ത് സാറാണെന്ന് കരുതിയില്ല, രഞ്ജിത്ത് ഒന്നും അറിയാത്ത പാവത്തിൻ്റെ പോലെ എന്താ നന്ദിനി എന്താ ഉണ്ടായത്. അപ്പോൾ നന്ദിനി സോറി സാർ എനിക്കറിയില്ലായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും പത്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്താടി നീ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ടാണ് സൂര്യ വരുന്നത്. എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ്, എന്താ നന്ദിനി എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറ് പോയ ശേഷം ഇവിടെ കറണ്ട് ഒന്ന് പെട്ടെന്ന് കട്ടായി, കറണ്ട് പോയ ആ സമയത്ത് എൻ്റെ ദേഹത്ത് ആരോ മോശമായി എന്നെ തൊട്ടു എന്ന് പറഞ്ഞത് ഉടനെ തന്നെ എനിക്ക് ദേഷ്യം പിടിക്കുകയാണ്. മോശമായി സ്പർശിച്ചു എന്നുള്ളത് കേട്ട ഉടനെ ആര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി അറിയില്ല, എൻ്റെ ദേഹത്ത് ആരോ മോശമായി എന്നെ സ്പർശിച്ചു, പക്ഷേ എൻ്റെ തൊട്ടടുത്ത് ഞാൻ അയാളാവുമെന്ന് കരുതിയാണ് ഞാൻ പിടിച്ചത്, പക്ഷേ രഞ്ജിത്ത് സാറാണ് എൻ്റെ തൊട്ടടുത്തുണ്ടായത്, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ രഞ്ജിത്തിനെ വീണ്ടും സൂര്യയ്ക്ക് സംശയം വരട്ടോ. അപ്പോൾ സൂര്യ പറയണം, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇപ്പോൾ തന്നെ CCTV പരിശോധിക്കണം എന്ന് പറഞ്ഞ് സൂര്യയും രഞ്ജിത്തും യതീന്ദ്രനും ഉദയനും കൂടി CCTVയുടെ ആ ഭാഗത്തേക്ക് അതിൽ നോക്കി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.